മൂല്യങ്ങളിലൂടെ ലോകം കീഴടക്കിയ ആഗോള നായകൻ, ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമ എന്നതിലുപരി കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ ഹൃദയം കീഴടക്കിയ ഒരു മനുഷ്യൻ, ലാഭത്തേക്കാൾ മൂല്യങ്ങൾക്കും ബിസിനസ്സിനേക്കാൾ മനുഷ്യത്വത്തിനും പ്രാധാന്യം നൽകിയ മഹാൻ, അതാണ് രത്തൻ നാവൽ ടാറ്റ. ടാറ്റ ഗ്രൂപ്പിനെ വെറും ഒരു ഇന്ത്യൻ ബ്രാൻഡിൽ നിന്നും ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച ഈ ഇതിഹാസത്തിൻ്റെ ജീവിതകഥയാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഒരു വ്യവസായി എന്നതിലുപരി ഒരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹം കാത്തുസൂക്ഷിച്ച മൂല്യങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഇന്ത്യയുടെ ആത്മാവാക്കി മാറ്റിയതെന്ന് നമുക്ക് നോക്കാം. 1937 ഡിസംബർ 28 ബോംബെയിലാണ് രത്തൻ ടാറ്റ ജനിച്ചത്. പ്രശസ്തമായ ടാറ്റ കുടുംബത്തിൽ ജനിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം അത്ര സുഖകരമായിരുന്നില്ല. 10ാം വയസ്സിൽ മാതാപിതാക്കൾ വേർപിരിഞ്ഞ് ആ ബാലൻ്റെ മനസ്സിൽ ഒരു വലിയ വിടവുണ്ടാക്കി. പിന്നീട് മുത്തശ്ശിയായ നവാജ് ഭായ് ടാറ്റയുടെ വാത്സല്യത്തിലും കണിശമായ ശിക്ഷണത്തിലുമാണ് അദ്ദേഹം വളർന്നത്. അച്ചടക്കവും വിനയവും എല്ലാവരെയും ബഹുമാനിക്കാനുള്ള പാഠങ്ങളും ആ മുത്തശ്ശിയാണ് അദ്ദേഹത്തിന് പകർന്നു നൽകിയത്. ഈ മൂല്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ അടിത്തറയായി മാറിയത്. ഒരു സാധാരണ ജീവിതത്തിൻ്റെ മൂല്യം അദ്ദേഹം അന്നേ തിരിച്ചറിഞ്ഞിരുന്നു. അമേരിക്കയിലെ കോർണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആർക്കിടെക്ചറിൽ ബിരുദം നേടിയ ശേഷം അവിടെ തന്നെ ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ മുത്തശ്ശിയുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആ യുവാവ് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നിർണായകമായ വഴിത്തിരിവ്. 1961 JRD ടാറ്റയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ടാറ്റ ഗ്രൂപ്പിൽ ചേർന്നു. എന്നാൽ ടാറ്റ കുടുംബത്തിലെ ഒരു അംഗമായിട്ടല്ല, മറിച്ചൊരു സാധാരണ തൊഴിലാളിയായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കം. ടാറ്റ സ്റ്റീലിൻ്റെ ജംഷഡ്പൂരിലെ ബ്ലാസ്റ്റ് ഫർണസുകളിൽ ചുട്ടുപൊള്ളുന്ന ചൂടിൽ ഇരുമ്പൊരുക്കുന്ന തൊഴിലാളികൾക്കൊപ്പം അദ്ദേഹം പണിയെടുത്തു. താഴെ തട്ടിലുള്ള പ്രയാസങ്ങൾ കണ്ട് മനസ്സിലാക്കാനും തൊഴിലാളികളുടെ കഷ്ടപ്പാടുകൾ തിരിച്ചറിയാനും ഇത് അദ്ദേഹത്തെ സഹായിച്ചു. ഈ അനുഭവം അദ്ദേഹത്തിൻ്റെ ഭാവിയിലെ ബിസിനസ് തീരുമാനങ്ങളെ ഏറെ സ്വാധീനിച്ചിട്ടുമുണ്ട്. 1991 JRD ടാറ്റയുടെ പിൻഗാമിയായി രത്തൻ ടാറ്റ ടാറ്റ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തു. അതൊരു മാറ്റത്തിൻ്റെ, ഒരു പുതിയ യുഗത്തിൻ്റെ തുടക്കമായിരുന്നു. ഒരു ഇന്ത്യൻ ബ്രാൻഡ് എന്നതിലുപരി ടാറ്റയെ ഒരു ആഗോള ബ്രാൻഡാക്കി മാറ്റാൻ അദ്ദേഹം തീരുമാനിച്ചു. ടെറ്റ്ലി ടീ, ജാഗ്വാർ ലാൻഡ് റോവർ, യൂറോപ്പിലെ കോറസ് സ്റ്റീൽ തുടങ്ങിയ ഭീമൻ വിദേശ കമ്പനികളെ ടാറ്റ ഏറ്റെടുത്തപ്പോൾ ലോകം ഇന്ത്യയുടെ സാമ്പത്തിക കരുത്ത് തിരിച്ചറിഞ്ഞു. ഈ നീക്കങ്ങൾ ടാറ്റയെ ലോക ഭൂപടത്തിലൊരു പ്രമുഖ ശക്തിയാക്കി മാറ്റി. അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതിയായിരുന്നു ടാറ്റ ഇൻഡിക്ക, ഇന്ത്യയുടെ സ്വന്തം കാർ. എന്നാൽ ആദ്യഘട്ടത്തിൽ പരാജയപ്പെട്ടപ്പോൾ ഫോർഡ് കമ്പനി അദ്ദേഹത്തെ പരിഹസിച്ചു. നിങ്ങൾക്കൊരു കാർ ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ എന്തിനാണ് ഈ വ്യവസായത്തിൽ ഇറങ്ങിയത്? വർഷങ്ങൾക്ക് ശേഷം തകർച്ചയിലായ ഫോർഡിൻ്റെ ജാഗ്വാർ ലാൻഡ് റോവർ യൂണിറ്റുകളെ ഏറ്റെടുത്തുകൊണ്ട് രത്തൻ ടാറ്റ ഒരു മധുര പ്രതികാരം പൂർത്തിയാക്കി. ഇത് ഇന്ത്യൻ ബിസിനസ് ലോകത്തിന് അഭിമാന നിമിഷമായിരുന്നു. മഴയത്ത് ഒരു സ്കൂട്ടറിൽ 4 പേർ യാത്ര ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ഒരു സാധാരണക്കാരന് താങ്ങാനാവുന്ന വിലയിൽ ഒരു കാർ എന്ന ചിന്ത അദ്ദേഹത്തിനുണ്ടായത്. അങ്ങനെയാണ് വെറും 1 ലക്ഷം രൂപയുടെ ടാറ്റ നാനോ ജനിക്കുന്നത്. അത് വെറും ഒരു ബിസിനസ് ആയിരുന്നില്ല, മറിച്ച് ഓരോ സാധാരണക്കാരൻ്റെയും സുരക്ഷിത യാത്ര എന്ന സ്വപ്നത്തിലേക്കുള്ള ടാറ്റയുടെ സമർപ്പണമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ധനികരുടെ പട്ടികയിൽ രത്തൻ ടാറ്റയുടെ പേര് വരാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ടാറ്റ ഗ്രൂപ്പിൻ്റെ ലാഭത്തിൻ്റെ 66% ടാറ്റ ട്രസ്റ്റുകൾ വഴി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി പോകുന്നു. ക്യാൻസർ ചികിത്സ മുതൽ വിദ്യാഭ്യാസം വരെ, ഗ്രാമവികസനം മുതൽ ശുദ്ധജലം വരെ നീളുന്ന ആ സേവനങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തണലാകുന്നുണ്ട്. നവംബർ 26 മുംബൈ ഭീകരാക്രമണ സമയത്ത് താജ് ഹോട്ടലിലെ ഓരോ ജീവനക്കാരനെയും, വഴിയോര കച്ചവടക്കാരെയും, ഹോട്ടലിലെ അതിഥികളെയും അദ്ദേഹം സംരക്ഷിച്ചത് അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഓരോ ജീവനക്കാരനെയും കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുകയും അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കുകയും ചെയ്ത ആ മനുഷ്യൻ ലാഭത്തേക്കാൾ മനുഷ്യബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു യഥാർത്ഥ നേതാവായിരുന്നു. 2024 ഒക്ടോബർ 9 ആ വലിയ മനുഷ്യൻ നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും അദ്ദേഹം ബാക്കി വെച്ച മൂല്യങ്ങൾക്കും ലാളിത്യത്തിനും നിസ്വാർത്ഥമായ സേവനങ്ങൾക്കും മരണമില്ല. വിനയവും ദീർഘവീക്ഷണവും ഒത്തുചേർന്ന ആ ജീവിതം ഒരു ബിസിനസ്സുകാരൻ എന്നതിലുപരി ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്നതിന് ലോകത്തിന് ഒരു മാതൃകയാണ്. രത്തൻ ടാറ്റ എന്ന പേര് ഇന്ത്യൻ മനസ്സുകളിൽ എന്നും ഒരു പ്രചോദനമായി, ഒരു അനശ്വര ഓർമ്മയായി നിലനിൽക്കും.
എപ്പോഴും ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ പണം പിന്നാലെ വരും. രത്തൻ ടാറ്റ.